എല്ലാവർക്കും നമസ്കാരം. റൂട്ടഡ് സെഗ്രികൾച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായിട്ടുണ്ടാകുന്ന കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാരണം നമ്മുടെ തോട്ടങ്ങളിലൊക്കെ കുമിൾ രോഗങ്ങൾ അല്ല ഫംഗൽ രോഗങ്ങളൊക്കെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അല്ലെ എങ്ങനെയാണ് ഈ ഫംഗൽ രോഗങ്ങൾ നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗൽ രോഗങ്ങൾ അല്ലെങ്കിൽ കുമിൾ രോഗങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ മണ്ണിൽ പ്രസന്റ് ആണ്. നമ്മളതിനെ ഫംഗൽ സ്പോർസ് എന്നൊക്കെ പറയും. അപ്പോൾ ഓൾറെഡി നമ്മുടെ മണ്ണിലുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചെടികളുടെ ആരോഗ്യനില അല്ലെങ്കിൽ നമ്മുടെ വേരുകളുടെ കരുത്തൊക്കെ കുറയുമ്പോഴത്തേക്കാണ് ഈ മണ്ണിലുള്ള ഫംഗലുകൾ പെട്ടെന്ന് തന്നെ ചെടികളിലേക്ക് കയറുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ ഈ ടെമ്പറേച്ചർ മാറുമ്പോഴത്തേക്ക്, നമ്മുടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ മണ്ണിലുള്ള ഫംഗലുകൾ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ചെടികളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കും. അതിൻ്റെ കൂടെ തന്നെ ടെമ്പറേച്ചർ മാത്രമല്ല, നമ്മുടെ മണ്ണിലെ ഈർപ്പത്തിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ ഈ ഫ്യൂസേരിയം അല്ലെങ്കിൽ അഴുകൽ തട്ടമറിച്ചിൽ ഇതിനെല്ലാം പറ്റിയൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 20 to 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ആക്റ്റീവായിട്ടൊരു സ്റ്റേജ് ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ മണ്ണിലെ ഈർപ്പത്തിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇത് മണ്ണിൽ മൾട്ടിപ്ലൈ ആവുകയും അതിൻ്റെ കൂടെ തന്നെ ഇത് മണ്ണിൽ നിന്നും ചെടികളിലേക്ക് പ്രവേശിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു, ചെടികളുടെ ആരോഗ്യം കുറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇത് മണ്ണിൽ നിന്ന് ചെടികളിലേക്ക് പ്രവേശിക്കും. നമുക്ക് ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നോക്കാം. ഒരിക്കലും നമുക്ക് ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മുടെ ചെടികളിലെ ഫംഗൽ രോഗങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡോസ് കൂടിയ മരുന്ന് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ വില കൂടിയ മരുന്ന് കൊടുത്തത് കൊണ്ടോ ഒന്നും നമുക്ക് ഒരിക്കലും ഒറ്റ ആപ്ലിക്കേഷനിൽ നമ്മുടെ ചെടികളിൽ ഫംഗൽ രോഗങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ആദ്യം തന്നെ അധികം കോസ്റ്റ് വരാതെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫംഗിസൈഡുകൾ പയ്യെ കൊടുത്ത് ഒരു 2-3 റൗണ്ട് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് പിന്നീട് നല്ലൊരു ഡ്രിഞ്ചിങ് കൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കൺട്രോൾ കിട്ടുന്ന ഫംഗിസൈഡിന്. ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണിലാണ്, ഞാൻ പറഞ്ഞല്ലോ, മണ്ണിലാണ് നമുക്ക് ഫംഗലുകൾ ഉള്ളത്. വേരിലേക്കാണ് ഇത് പെട്ടെന്ന് പ്രവേശിക്കുന്നത്. വേരിലെ കേടുകളാണ് നമുക്ക് പിന്നീട് ചെടികളിലേക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഡ്രിഞ്ചിങ് കൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം ഫംഗലുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ച് നമുക്ക് ഒരിക്കലും ഡ്രിഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സെമി ഡ്രിഞ്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം 1-2 തവണ സ്പ്രേ ചെയ്ത് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പിന്നീട് ഇത് മണ്ണിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല കൺട്രോൾ കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഓർഗാനിക് വളങ്ങളും മിശ്രിതങ്ങളും ഒക്കെ മണ്ണിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നമ്മുടെ മണ്ണിൻ്റെ ഓർഗാനിക് കണ്ടന്റ് കൂടും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഈ വീഡിയോ ഒരു പാർട്ട് 1 ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് അധികം കോസ്റ്റ് ആവാതെ നമുക്ക് ഏതൊക്കെ മരുന്നുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഫംഗിസൈഡുകൾ നമുക്ക് ചെടികളിലേക്ക് കൊടുക്കാൻ നമുക്ക് നോക്കാം. കുമിൾ നാശിനികളുടെ ബ്രാൻഡുകളെക്കാൾ ഉപരി അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് മാംഗോസബ് എന്ന് പറയുന്നത്. അതൊരു കോൺടാക്ട് ഫംഗിസൈഡ് ആണ്. അതൊരു 300 to 400 ഗ്രാം ഒരു 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫംഗലുകളൊക്കെ നമുക്ക് കൺട്രോൾ ആണ്. അതുപോലെ തന്നെ ഒരു കിലോയ്ക്ക് ഒരു 400 to 450 റേഞ്ചിൽ നമുക്ക് റേറ്റ് ആവുന്നതാണ്. അടുത്ത കൊടുക്കാൻ പറ്റിയ വേറൊരു മരുന്നാണ് നമുക്ക് കാർബൻഡസിം എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റമിക് ആയിട്ടുള്ളൊരു ഫംഗിസൈഡ് ആണ്. അപ്പം അത് നമുക്കൊരു 200 to 300 ഗ്രാം ഒരു 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം നല്ല കൺട്രോൾ കിട്ടും. അടുത്ത കൊടുക്കാൻ പറ്റിയ വേറൊരു മരുന്നാണ് നമുക്ക് കാർബൻഡസിം എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റമിക് ആയിട്ടുള്ളൊരു ഫംഗിസൈഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ മാംഗോസബ് പ്ലസ് നമുക്ക് ഈ കാർബൻഡസിം കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാംഗോസബ് ഒരു 300 ഗ്രാമും ഒരു കാർബൻഡസിം ഒരു 200 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സിസ്റ്റമിക് ആവും, കോൺടാക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് നല്ലൊരു കൺട്രോൾ കിട്ടും. നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു നല്ല കോമ്പിനേഷനാണ് UPL കമ്പനിയുടെ സാഫ് എന്ന് പറയുന്ന മരുന്ന്. അതൊരു മാംഗോസബ് പ്ലസ് കാർബൻഡസിം കോമ്പിനേഷൻ ആണ്. അതൊരു സിസ്റ്റമാറ്റിക് പ്ലസ് കോൺട്രാക്ട് ഫംഗിസൈഡ് ആണ്. മാത്രമല്ല അതിനകത്ത് കോൺസെൻട്രേഷൻ കുറച്ച് കുറവുണ്ട്, എങ്കിൽ പോലും അധികം ഫംഗൽ രോഗങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ്. അതൊരു 300 to 400 ഗ്രാം ഒരു 200 ലിറ്റർ വെള്ളത്തിലാണ് അതിന് ഡോസ് വരുന്നത്. നമുക്കതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 650 to 700 രൂപ റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഹെക്സാകൊണാസോൾ. അതൊരു സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ്. അതിന് ഡോസേജ് വരുന്നത് 200 ml 200 ലിറ്റർ വെള്ളത്തിന്. അതിൻ്റെ ഒരു റേറ്റ് 1 ലിറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 200 to 300 രൂപ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു മരുന്നാണ് പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് എന്ന് പറയുന്നത്. അതൊരു നല്ല സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ്. 200 ലിറ്ററിന് അത് 400 ml ആണ് ഡോസേജ് വരുന്നത്. അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 500 to 550 രൂപ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ഈ ക്ലൈമറ്റിൽ യൂസ് ചെയ്യുന്ന നല്ലൊരു ഫംഗിസൈഡ് ആണ് COC, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്. നല്ലൊരു കോൺടാക്ട് ഫംഗിസൈഡ് ആണത്. അപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റിലുള്ള ഫംഗലിനൊക്കെ അത്യാവശ്യം നല്ല കൺട്രോൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഒരു 300 to 400 ഗ്രാം ഒരു 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല കൺട്രോൾ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് COC ഒരു 300 ഗ്രാം, പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് ഒരു 400 ml, ഹെക്സാകൊണാസോൾ അത് 200 ml മിക്സ് ചെയ്ത് ഒരു 200 ലിറ്റർ ഡ്രമ്മിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കൺട്രോൾ കിട്ടും. മറ്റൊരു കോമ്പിനേഷനാണ് ടെബുക്കോണാസോൾ പ്ലസ് സൾഫർ കോമ്പിനേഷൻ. ടെബുക്കോണാസോൾ ഒരു സിസ്റ്റമിക് ഫംഗിസൈഡും അതുപോലെ തന്നെ നമ്മുടെ സൾഫർ ഒരു കോൺട്രാക്ട് ഫംഗിസൈഡും കൂടെയാണ്. ഡോസേജ് വരുന്നത് 300 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിലാണ് ഡോസേജ് വരുന്നത്.
അതിൻ്റെ ഒരു കിലോയ്ക്ക് ഏകദേശം ഒരു 800 to 900 രൂപ റേഞ്ചിലാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത്. അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു നല്ല മരുന്നാണ് തയോഫേറ്റ് മീതൽ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ്. അതിന് ഡോസേജ് വരുന്നത് 300 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ. നമുക്കതൊരു 1000 രൂപ റേഞ്ചിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്ത് നമ്മുടെ കർഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷനാണ്, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ് അസോക്സിസ്ട്രോബിൻ ടെബുക്കോണസോൾ എന്ന് പറയുന്ന കോമ്പിനേഷൻ. അതൊരു സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ്. അതിന് ഡോസേജ് വരുന്നത് 150 ml 200 ലിറ്റർ വെള്ളത്തിനാണ് ഡോസേജ് വരുന്നത്. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു 1-2 കോമ്പിനേഷൻസ് ആണ് നമ്മുടെ ക്യാപ്റ്റൻ പ്ലസ് എക്സ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. അതൊരു 400 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കോണ്ടാക്ട് പ്ലസ് സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റിയ മറ്റൊരു കോമ്പിനേഷനാണ് നമ്മുടെ കാർബൺ ഡാസിയം പ്ലസ് എക്സാ കോമ്പിനേഷൻ. കാർബൺ ഡാസിയം ഒരു 300 ഗ്രാമും എക്സാക്രോണസോൾ 200 ml 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും റിസൾട്ടാണ്. അല്ലെങ്കിൽ വേറൊരു കോമ്പിനേഷനാണ് മാംഗോസ് പ്ലസ് എക്സാ കോമ്പിനേഷൻ. അത് മാംഗോസ് ഒരു 300 ഗ്രാമും എക്സാ ഒരു 200 ml 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ കാണുന്നതാണ് നമ്മുടെ തട്ടുകളുള്ള ഈ മഞ്ഞപ്പ്, അതേപോലെ തന്നെ പോളപ്പൊളിച്ചിലൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് കേട്ടോ. അതിൻ്റെ ഫിഷേരിയത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് അത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അടികളിൽ തട്ടമുറിച്ച രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് ഈ ഫംഗലുകൾക്ക് നല്ല ബെസ്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫംഗിസൈഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫംഗൽ രോഗങ്ങൾ കൂടുവാണെങ്കിൽ, കുറച്ചും കൂടെ സിവിയർ ആകുവാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുകളെ കുറിച്ച്, കുറച്ചുകൂടി ഡോസ് കൂടിയ മരുന്നുകളെ കുറിച്ച് നമ്മൾ പാർട്ട് 2 അടുത്ത പാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയ്ക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി.